സർക്കാർ പ്ലീഡർ നിയമനം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി ടി എസ് ശരത്. 2018-19 മുതൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് ടി എസ് ശരത്തിന്റെ വിശദീകരണം. സർക്കാർ പ്ലീഡറായി നിയമിച്ച ടി എസ് ശരത്ത് BJP പ്രവർത്തകനാണ് എന്നായിരുന്നു മുഹമ്മദ് റിയാസ് MLA പറഞ്ഞത്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, എന്താണ് ശരത്തിന്റെ വിശദീകരണം? തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് ഇന്ന് രാവിലെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചത്. അദ്ദേഹം BJP പ്രവർത്തകരാണ്, ABP പ്രവർത്തകരായി കോളേജ് കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരാളെയാണ് പ്ലീഡർ നിയമനം നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശരത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. 2018-19 മുതൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമാണ് താൻ, അന്ന് മുതൽ തനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ BJPയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ബന്ധപ്പെട്ടത് തന്റെ സീനിയറുടെ നിർദ്ദേശപ്രകാരമാണ്. അത് പ്രൊഫഷണലി ഉള്ള നീക്കം മാത്രമായിട്ട് വേണം അതിനെ കാണാൻ, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചായ്വുള്ളത് കൊണ്ടല്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 14 വർഷം KSUവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ലോയേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിലും താൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ശരത്ത് വ്യക്തമാക്കുന്നത്. ഏതായാലും മുഹമ്മദ് റിയാസിന് അദ്ദേഹം മറുപടി നൽകുന്നു. താൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, ലോയേഴ്സ് കോൺഗ്രസ് അംഗം കൂടിയാണ് താൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്ന ടി എസ് ശരത്തിന്റെ വിശദീകരണമാണ് കണ്ടത്.